ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ. നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ചെക്ക് ചെയ്യാം. നമ്മുടെ ഡേറ്റ് എന്ന് പറയുന്നത് October 4 ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഡൽഹി എഡിഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസും അതിനകത്ത് നിന്ന് എന്ത് കണ്ടന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. സോ ഐ എം അർജുൻ ആർ ശങ്കർ, യുവർ മെൻറ്റർ ആൻഡ് IAS ഫാക്ടറിൻ്റെ ഡയറക്ടറാണ്. സോ കമോൺ ലെറ്റ്സ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ന്യൂസ് ആണെന്ന് നോക്കാം. ഇന്നും ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ ഇസ്രായേലിന്റെ വാർത്ത തന്നെയാണ്. ഇസ്രായേൽ ഇറാന്റെ അറ്റാക്കിനെ കുറിച്ചിട്ടും ഹെസ്ബുള്ളയെ കുറിച്ചിട്ടും ഒരുപാട് ന്യൂസ് ഓൾറെഡി ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡൽഹി എഡിഷൻ ആയതുകൊണ്ട് ന്യൂസ് ചിലപ്പോൾ ഷഫിൾഡ് ആയിരിക്കാം. സോ അതിൽ കാര്യമാക്കണ്ട, ന്യൂസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് തന്നെ ചെയ്തു വരും. സോ ഇതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട ഒരു ന്യൂസാണ് കാസ്റ്റ് ബയസ്. ഇതിൽ എടുത്തു പറയേണ്ടത് സെഗ്രിഗേഷൻ ഇൻ പ്രിസൻസ് വയലേറ്റ് ഡിഗ്നിറ്റി. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം വേറൊന്നുമല്ല, നമ്മുടെ കാസ്റ്റ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നോക്കുന്നുണ്ട് ന്യൂസ് പേപ്പേഴ്സിലെല്ലാം. ദർ ഇസ് എ റിപ്പീറ്റഡ് ന്യൂസ് അബൌട്ട് ദി ഇൽ ട്രീറ്റ്മെന്റ് ഓഫ് ദളിറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ദളിറ്റിന്റെ ട്രീറ്റ്മെന്റ്സും സുപ്രീം കോർട്ടിൻ ഈ SC കാറ്റഗറി എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ജയിലിലുള്ള അവസ്ഥയാണ് പറയുന്നത്. ഈവൻ ജയിലിൽ പോലും ഷെഡ്യൂൾ കാസ്റ്റിൽ പെടുന്ന ആൾക്കാരെ കൺവിക്ട്സിനെ അവരുടെ ഡിഗ്നിറ്റി വയലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ അൺടച്ചബിലിറ്റി പോലത്തെ സംഭവത്തിൽ അവരെ പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഈ ന്യൂസ് പറയുന്നത്. സോ ജയിലിൽ പോലും ഈ കാസ്റ്റ് ഡിഫറൻസ് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ അതിൽ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ടത്, കാസ്റ്റ് ബയസ് മാറ്റണം. എവ്രി വൺ ഈസ് ബോൺ ഈക്വൽ ആൻഡ് കനോട്ട് സഫർ ലൈഫ് ലോങ് ഡ്യൂ ടു ദ സ്റ്റിഗ്മ അസോസിയേറ്റഡ് ടു ദ കാസ്റ്റ്. ഇതും അവിടെ എടുത്തു പറയുന്ന ഒരു വാർത്തയാണ്. സോ ഇതിൽ പറയുന്നത് സെന്റർ ഷുഡ് അഡ്രസ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ മോഡൽ പ്രസന്റ് മാനുവൽ. ഈ ഡിസ്ക്രിമിനേഷനും കൂടെ വളരെ കൃത്യമായിട്ട് ഈ കാസ്റ്റ് കോളംസ് ആൻഡ് റെഫറൻസ് ഉണ്ട്. ജയിലിൽ പോലും കൺവിക്റ്റ് ആയ ആളുടെ കാസ്റ്റ് എന്താണ് ആ കോളത്തിൽ ഫില്ല് ചെയ്യണം. പ്രത്യേകിച്ച് പറയുന്നത് അണ്ടർ ട്രയൽസ്, നമ്മുടെ വിധിയാവാതെ കിടക്കുന്ന കുറേ ആൾക്കാരും ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയും കാസ്റ്റ് ഒക്കെ ഈ കോളത്തിൽ നോക്കിയിട്ട് അവരെ അവിടെ ജയിലിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകം പറയുന്നൊരു കാര്യം, ഈ SC കാറ്റഗറിയിലെ ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ദളിറ്റ്സ് മാത്രമല്ല, ഡീനോട്ടിഫൈഡ് ആയിട്ടുള്ള ട്രൈബ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് DNT, അതായത് DNT എന്ന് പറയുന്നത് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവരെയാണ് ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ആക്ട് വളരെ പണ്ടുള്ളൊരു ആക്റ്റാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ചില ട്രൈബ്സ് അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ ചില കാസ്റ്റുകാരെ അവർ ആ കാസ്റ്റ് ബോൺ ക്രിമിനൽസ് എന്നൊക്കെ പറയുന്ന പോലെ ആ കാസ്റ്റ് കംപ്ലീറ്റ്ലി ബോൺ ക്രിമിനൽസ് ആണ്, അല്ലെങ്കിൽ ക്രിമിനൽ കാസ്റ്റ് ആണെന്ന് മുദ്ര കുത്തിപ്പെട്ട ബ്രിട്ടീഷ് ടൈമിലാണ് അവരെ അങ്ങനെ ലേബിൾ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ എടുത്ത് മാറ്റിയിരുന്നു പിന്നീട്. അപ്പം അങ്ങനെ ഒരു കാസ്റ്റിനെ മൊത്തം ക്രിമിനൽസ് ആണ്, അവർ റോബിംഗ് കാസ്റ്റ് ആണെന്നൊക്കെ പറയുന്ന ആ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ട് പെട്ട ആൾക്കാരെയും വളരെ ഇതായിട്ട് വയലേഷൻ നടക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 15 ക്ലോസ് 1 ഇവിടെ എടുത്തു പറയണം. പ്രിലിംസിനും വേണ്ടിയൊക്കെ നമ്മൾ എപ്പോഴും നോക്കേണ്ട ബേസിക് ആർട്ടിക്കിൾസ് ആണ്. എന്താണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 1, അതേപോലെ ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റിക്ക് എതിരെയുള്ള. അപ്പോൾ ഈ ആർട്ടിക്കിൾ 15 ക്ലോസ് 1 എന്താണെന്നുള്ളതും കൂടെ നോക്കണം. പിന്നെ ഈ വാർത്ത മൊത്തം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിസൻസിൽ പോലും ആൾക്കാരെ അവരുടെ കാസ്റ്റ് ബേസിസിൽ അവരെ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത പറയുന്നത്. സോ പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു സ്കീമാണ്. ഇത് ഓർത്ത് വെക്കണം. ഇതിലും നമുക്ക് കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ ഏതാണ്ട് 500ഓളം ഇന്ത്യയിലെ ടോപ്പ് 500 കമ്പനീസിൽ ഇന്റേൺഷിപ്പിന് ചേരാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സ്കീമിങ്, അത് വളരെ നല്ലൊരു ഐഡിയ ആയിട്ടാണ് ഇതിൽ കാണുന്നത്. അതിൽ എടുത്ത് നമുക്ക് കാണാൻ പറ്റും, അതായത് ഓൾമോസ്റ്റ് യു ക്യാൻ സേ ദിസ് ഇസ് കോൾഡ് ആസ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീം ഇൻ ടോപ്പ് കമ്പനീസ്. അതിന് പറയുന്ന പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീം. നമ്മൾ എവിടെയെങ്കിലും മാത്രമല്ല, അപ്പോൾ അത് നല്ലൊരു പരിപാടിയല്ലേ. ഓൾമോസ്റ്റ് ഇതിൽ പറയുന്നുണ്ട് മഹീന്ദ്ര, മാക്സ് ലൈഫ് ഇൻഷുറൻസ്, ഒരുപാട് കമ്പനീസ് എല്ലാം ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് സ്കീമിൽ ബഡ്ജറ്റിലും കൂടെ ഉള്ള കാര്യമാണ്. അൺഎംപ്ലോയബിൾ യൂത്തിന് കൃത്യമായിട്ട് ഏതാണ്ട് വലിയ വലിയ കമ്പനീസിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റും. 1 lakh യങ്സ്റ്റേഴ്സ് ജോയിനിങ് ദ ഓൺ ജോബ് ട്രെയിനിങ് എക്സസൈസോ. ഇത്രയും ആൾക്കാർക്ക് ആ ട്രെയിനിങ് എക്സസൈസ് കൊടുക്കാൻ പറ്റിയാൽ തന്നെ വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ എയിം എന്താണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ടു ട്രെയിൻ 1 crore യൂത്ത് ഇൻ 5 years. അത്രയും ആൾക്കാരെ യൂത്തിനെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമുക്കിത് കാണാൻ പറ്റും. ദിസ് ഇസ് ആക്ച്വലി എ കൊളാബറേഷൻ ബിറ്റ്വീൻ ദ പ്രൈവറ്റ് ടു. ഗവൺമെന്റും പ്രൈവറ്റും കൂടെ ഇപ്രാവശ്യത്തെ മെയിൻസ് പരീക്ഷയ്ക്ക് GS പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഗവൺമെന്റും പ്രൈവറ്റും ഒക്കെ എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാം എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രൈവറ്റ് സെക്ടറിന്റെ വേണ്ടി നന്നായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റും കൂടെയാണ് ഇത്തരം സ്കീമുകൾ. സോ
പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീം ഇൻ ടോപ്പ് കമ്പനീസ് എന്നുള്ളതാണ് ഇത് എടുത്തു പറയേണ്ടത്. ബഡ്ജറ്റിലും ഇതിൽ കുറച്ച് മെൻഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ വാർത്ത, ഇതിനെക്കുറിച്ചാണ് പറയുന്നത് മെയിൻലി. പിന്നെ ഇതിൽ ഈ ഒരു പിക്ചർ കാണാൻ പറ്റും. ആർട്ട് ആൻഡ് കൾച്ചറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പിക്ചർ നമുക്കിതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അതിലൊന്നാണ് നവരാത്രി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഗർബ ഡാൻസ് ആണ് ഇതിൽ കളിക്കുന്നതായിട്ട് കാണിക്കുന്നത്. സോ എന്താണ് ഗർബ ഡാൻസ്? ഈ ഡാൻസ് ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UPSCക്കും പരീക്ഷയ്ക്കൊക്കെ പല പ്രാവശ്യം ചോദിക്കുന്നതാണ്. ഓരോരോ സ്റ്റേറ്റിന് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് കഥകളി ഒക്കെ ഉള്ള പോലെ ഗർബ എവിടത്തെ ഡാൻസ് ആണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ദാന്ദിയ റസ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഡാൻസ് ഫോംസ് ഇൻ ഇന്ത്യയും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്രിലിംസിന് മാച്ച് ദ ഫോളോയിങ്ങിനും മെയിൻസിന് എഴുതാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതും ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. സോ ഒരു ഡാൻസ് ഫോം വന്നതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. സോ ഡാൻസ് ഫോം എന്ന് പറയുന്നത് ഇതിൽ കാണാൻ പറ്റും. ദ 9-day ഫെസ്റ്റിവൽ, ദ ഗേൾ പ്ലേയിങ് ഗർബ. പിന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് ആണ് ഇതിൽ. സോ മാരിറ്റൽ റിലേഷൻ മറ്റ് ബി എക്സെപ്റ്റ് ഫ്രം റേപ്പ് പ്രൊവിഷൻസ്, സെൻറ്റർ ടെൽസ് അപെക്സ് കോർട്ട്, സുപ്രീം കോർട്ട് ദാറ്റ് പണിഷിംഗ് നോൺ. ഇതിൽ ബേസിക്കലി പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഇതിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. അതായത് റേപ്പ് കേസായിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യും എന്നാണ് ഇതിൻ്റെ ബേസിക് ചോദ്യം പറയുന്നത്. ഇപ്പോൾ നമുക്ക് റേപ്പ് എന്ന രീതിയിൽ ഇതിൽ റേപ്പ് പ്രൊവിഷൻസ് നമുക്ക് പറയാം. അതായത് നമുക്ക് കോൺസെൻസസ് ഇല്ലാതെ നമ്മൾ മറ്റൊരാളെ ത്രെറ്റൻ ചെയ്ത് കോയസ് ചെയ്ത് റേപ്പ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷെ മാരേജിനകത്ത് റേപ്പ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വലിയൊരു ഏരിയ ആണ്. അതായത് മാരേജസിനകത്തും റേപ്പ് നടക്കുന്നുണ്ട്. അത് സമ്മതം, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് സമ്മതം കൂടാണ്ട്, അതായത് ഹസ്ബൻഡ് സമ്മതം കൂടാണ്ട് വൈഫിനെ സെക്സിലേക്ക് പ്രേരിപ്പിച്ചാൽ പോലും അത് കോൺസെൻസസ് ഇല്ലാതെയാണെങ്കിൽ അത് റേപ്പായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ്. അതായത് ഇത്രയേ ഉള്ളൂ. വർഷങ്ങളായിട്ട് കണ്ടുവന്നിരുന്നത് ദാറ്റ് വിമൻ ഇസ് എ മെറ്റീരിയൽ ആൻഡ് വിമൻ ഇസ് അണ്ടർ ദ സബ്ജുഗേഷൻ ഓഫ് ദ ഹസ്ബൻഡ് ആൻഡ് വിമൻ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യൂ പോയിന്റിനെയാണിത് കംപ്ലീറ്റ്ലി മാറ്റുന്നത്. വിമന്റെ റൈറ്റ് ഇല്ലാതെ, ഈവൻ വിമന്റെ റൈറ്റ് ഇല്ലാതെ പോലും അവരെ സെക്ഷുവലി ടച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ സെക്ഷുവലി ട്രീറ്റ് ചെയ്യുന്നതോ എല്ലാം റേപ്പിന് എമൗണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും റേപ്പാണ്. ഇതൊരു വലിയ ഡിബേറ്റും കൂടാണ് ഇന്ത്യയിൽ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺസെൻസസിനും അഭിപ്രായത്തിനും കൺസെന്റിനൊക്കെ പ്രസക്തി ഉണ്ടോ? കല്യാണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? ഈ ഡിബേറ്റ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും പറയാവുന്നതാണ്. പക്ഷെ ഇതിനകത്ത് കോടതി പറയുന്നതിൽ IPC സെക്ഷൻസ് ഒക്കെ കുറേ പറയുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് IPCയുടെ സെക്ഷൻ 2 ഓഫ് 375 ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഒരു PIL എന്താണെന്ന് അറിയായിരിക്കുമല്ലോ അല്ലെ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി നമ്മൾ കൊടുക്കുന്ന പോലെ. സോ ഇതിൽ a husband certainly does not have any fundamental right to violate the consent of his wife, however attracting the crime in the nature of. അപ്പോൾ ഇതിൽ പറയുന്നൊരു സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് കോടതിയും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചെറിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, മാരേജസിനകത്ത് ഇത് ശരിക്കും റേപ്പ് എന്ന് പറയുന്ന സംഭവത്തിനെ കൊണ്ടുവരണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര, മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ പരാജയമാവില്ല. അതിനകത്ത് റേപ്പ് കൊണ്ടുവരണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത എന്താണെന്നുള്ളത് വളരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഓൺഗോയിങ് ഡിബേറ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് ഇതിൽ പറയുന്ന മേജർ ആയിട്ടുള്ള ഒരു സംഭവം. സോ ഇത് ലാർജർ പൊസിഷൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ചിട്ടാണ്. ആൻഡ് പിന്നെ ഈഷ ഫൗണ്ടേഷൻ, സദ്ഗുരുവിൻ്റെ ഈഷ ഫൗണ്ടേഷനിൽ പോലീസ് റെയ്ഡ് ചെയ്തു. അത് ഓൾറെഡി ഇപ്പോൾ വളരെ ട്രെൻഡ് ചെയ്ത് നടക്കുന്നൊരു ന്യൂസാണത്. അത് UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഒരു വായിക്കുന്ന പെർസ്പെക്റ്റീവിൽ ഈവൻ ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ആളുടെ അത് ഹേബിയസ് കോർപ്പസ് ആണ് ഇവിടെ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ, അവിടെ ഇതിൽ പറയുന്നുണ്ട് ഒരു അച്ഛൻ കൊടുത്ത കേസാണ്. 42 വയസ്സും 39 വയസ്സുള്ള 2 പെൺകുട്ടികളെ ആശ്രമത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ്ങർ പീരീഡിലേക്ക് സമ്മതമില്ലാതെ അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അപ്പോൾ അപ്പോൾ ഈ സമയത്ത് ആൾ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ, ഹേബിയസ് കോർപ്പസ് ആണ് ഫയൽ ചെയ്തിരിക്കുന്നത്. സോ ദിസ് അഗെയിൻ ബ്രിങ്സ് ആർട്ടിക്കിൾ, നമ്മൾ മേജറായിട്ട് പഠിക്കേണ്ട ആർട്ടിക്കിൾസിലേക്ക് വരികയാണ്. നമുക്കറിയാം, നമുക്ക് റിട്സ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പ്രൊഡ്യൂസ് ദ ബോഡി, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്വറി കുവാറന്റോ എന്നൊക്കെ പറയുന്ന ഈ സംഭവങ്ങൾ, അത് ഈ പൊളിറ്റിയുടെ സംഭവങ്ങളും
ഇവിടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനായിട്ട് കാണുക. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്താണെന്നും അതിൻ്റെ ഫംഗ്ഷൻ ഒന്ന് എഴുതിയെടുത്താൽ നന്നായിരിക്കും. സോ ഇതാണ് ഇതിലെ മേജർ ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റേറ്റ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് പിന്നെയും കാണാം അംബേദ്കറിൻ്റെ സ്റ്റാച്യു വാൻഡലൈസ് ചെയ്യപ്പെട്ടു. ടെൻഷൻ ഇൻ UP വില്ലേജ് ആഫ്റ്റർ അംബേദ്കർ സ്റ്റാച്യു വാൻഡലൈസ്, സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ സേസ് ദ പോലീസ്. അപ്പോൾ ഇതും ഒരു രാജർ ഇതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ റിപ്പോർട്ട് വരുന്നത് തന്നെയാണ് ദളിത്സിനെതിരെ വരുന്ന അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. സ്റ്റാച്യു അംബേദ്കറിൻ്റെ ഇത് മാറ്റി. പിന്നെ ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു രസകരമായ വാർത്ത, ഇതിനകത്ത് നമുക്ക് UPSCക്കുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എടുക്കാനുണ്ട്. AQI എന്ന് പറയുമ്പോൾ ഫ്രം ഫിക്സിംഗ് പൂത്തോൾസ് ക്ലിയറിംഗ് ഗാർബേജ് ഇൻ ഡൽഹി. ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ റോട്ടിലുള്ള ഗട്ടറുകളും അല്ലെങ്കിൽ റോഡ്സും ഗാർബേജ് ഡംസ് ഒക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഇത് പാർട്ടിക്കുലേറ്റ് മാറ്റർ അല്ലെങ്കിൽ PM പൊല്യൂഷൻ 15 മുതൽ 26% വരെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സോ ദിസ് ബ്രിങ്സ് അസ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ എപ്പോഴും പറയുന്ന സംഭവമാണ്. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കണം PM എന്താണ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ. PM 2.5 ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ UPSCക്ക് വേണ്ടി ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചു വെക്കണം എന്താണ് PM, എന്താണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയാൽ നല്ലതാണ്. ഇതൊരു റിസർച്ചാണ് പറയുന്നത്, ഒരു സ്റ്റഡിയാണ് പറയുന്നത്. അങ്ങനെ റോഡ് ക്ലീൻ ചെയ്ത് റോഡും കാര്യങ്ങളൊക്കെ വരും തോറും PM കുറയ്ക്കാമെന്നാണ് ഇതിൽ പറയുന്നത്. സോ നമ്മളിതിൽ മനസ്സിലാക്കി വെക്കേണ്ട ഇത്രയേ ഉള്ളൂ, എന്താണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ, അതെങ്ങനെയാണ് പൊല്യൂഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. AQI ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ഥലത്തും നമുക്കറിയാം എയർ ക്വാളിറ്റി ഇൻഡെക്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ആ ഒരു രീതിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാവുന്ന ഒരു ന്യൂസാണ്. പിന്നെയുള്ളത് ഓക്കെ, പെരിയാറിൻ്റെ വേറൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്, ഞാൻ അതിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു അടുത്ത സ്റ്റേറ്റ്സിനെ നോക്കുകയാണെങ്കിൽ പഞ്ചാബിൻ്റെ ഫാമേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ അടുത്ത സിവിൽ സർവീസായിട്ട് നമുക്ക് UPSC ലെവലിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇതിൽ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു റേപ്പ് കേസും അതായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എൻവയോൺമെൻറ്റൽ ന്യൂസ് തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ലെപ്പേർഡ് പോപ്പുലേഷൻ, ഇന്ത്യയുടെ ലെപ്പേർഡ് പോപ്പുലേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ആർട്ടിക്കിളിൽ ഒഡീഷയിലെ ലെപ്പേർഡ് പോപ്പുലേഷൻ ജംപ്സ് ബൈ 22% ബൈ 696 in 2 years. അപ്പോൾ ലെപ്പേർഡ് പോപ്പുലേഷൻ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുന്നത് കൃത്യമാണ്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് പറയുന്ന കുറച്ച് കാര്യം, ലെപ്പേർഡ് പോപ്പുലേഷനെ കാട്ടും കൂടുതൽ UPSCക്ക് പഠിക്കേണ്ടത് ഒന്ന് NTCA അറിഞ്ഞിരിക്കണം, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. നാളെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴായിരിക്കും നമ്മളിത് ശ്രദ്ധിക്കുക. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയെ കുറിച്ച് നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. അതേപോലെ തന്നെ ബാക്കി ഇതിൽ കുറച്ച് നാഷണൽ പാർക്കുകളോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാഞ്ചുറീസിനെ കുറിച്ചിട്ട് വരുന്നുണ്ട്. മാച്ച് ദ ഫോളോയിങ്ങിന് നല്ല ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി റീജിയൻ ഓൾസോ. സോ യു ക്യാൻ മാർക്ക് ഇറ്റ് സിംപ്ലിപാൽ ടൈഗർ റിസർവ്. കണ്ടോ, നമുക്ക് എഴുതാവുന്നതാണ്. എവിടെയാണ് സിംപ്ലിപാൽ, വളരെ ഫേമസ് ആണ്. സിംപ്ലിപാൽ ടൈഗർ റിസർവിനെ കുറിച്ച് വാർത്തയുണ്ട്. ആൻഡ് പിന്നെയുള്ളത് ഹദർഗാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെ ഹദർഗാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പിന്നെ കുൽദീഹ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതെല്ലാം ഒറീസയിലെ കാര്യങ്ങളാണ് പറയുന്നത്. കുൽദീഹ വൈൽഡ് ലൈഫ് സാങ്ച്വറി. പിന്നെയുള്ളത് സത്കോസിയ. ഇതും പരീക്ഷയ്ക്ക് നമുക്ക് പലപ്പോഴും ബുക്കിലും ഇതിലൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാവുന്നതാണ്. സത്കോസിയ landscape turned out to another promising leopards and boast of second highest leopard population in the state. And similarly Hirakud wildlife division, ഇതൊരു ഡാമും കൂടാണ് ഹിരാക്കുഡ് എന്ന് പറയുന്നത്. ഹിരാക്കുഡ് ആൻഡ് ദെബ്രിഗഡ് എന്ന് പറയുന്നൊരു സ്ഥലം. സോ ഇതിൽ അത്യാവശ്യം നമുക്ക് കാണാം 45% ഓഫ് ദ ലെപ്പേർഡ് പോപ്പുലേഷൻ ഒഡീഷ ഇസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്ക്. സോ ഇതിൽ നമുക്ക് കാണാവുന്ന കുറേ സ്ഥലങ്ങൾ. അപ്പോൾ സിംപ്ലിപാൽ, ഈ പറയുന്ന ഈ ആർട്ടിക്കിളിൽ നിന്ന് ഈ പേരുകളെല്ലാം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെയാണ്. സോ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ലയൺ ടൈഗർ പോപ്പുലേഷൻ പഠിക്കുന്ന പോലെ ലെപ്പേർഡ് പോപ്പുലേഷനെ കുറിച്ചിട്ടും നല്ല ക്ലാരിറ്റിയിൽ ഈ സ്ഥലങ്ങൾ ഓർത്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ് ഇൻ മൈൻഡ് ഓൾസോ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അടുത്തത് സൗത്തിൽ തന്നെ നമുക്ക് അടുത്തതിനകത്ത് എടുക്കാൻ പറ്റുന്ന ഫേമസ് ആയിട്ടുള്ള വാർത്തകൾ എന്ന് പറയുമ്പോൾ മൂസി റിവർ ബെഡ്. മൂസി റിവർ എവിടെയാണെന്നുള്ളത് ഹൈദരാബാദ്. ഡെഫിനറ്റ്ലി ഈ റിവറിനെ കുറിച്ചിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ വേർ ഇസ് ദിസ് മൂസി റിവർ? നമ്മളിതിൽ ഹൈദരാബാദിൽ നിന്ന് കണ്ടു. അത് റിവർ ബെഡ് ഇതിൻ്റെ ക്ലീനിങ് ആസ്പെക്റ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ മൂസി റിവറിനെ കുറിച്ചിട്ട് എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് മാച്ച് ദ ഫോളോയിങ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ വേണ്ടിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ മൂഡ കേസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓൾറെഡി മൈസൂരിൻ്റെ
ഈ കേസ് ഇങ്ങനെ കിടക്കുകയാണ്. അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ സംഭവങ്ങളും അതായിട്ട് അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഇതിൽ തന്നെയുണ്ട്. മൂഡ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഈ സമയം കൊണ്ട് നിങ്ങൾ മൂഡ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിവിൽ സർവീസിൻ്റെ ഹിസ്റ്ററി പോർഷനിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആലപ്പുഴയിൽ കേരളത്തിലുള്ള സ്ഥലം, കേരളത്തിൻ്റെ എത്രയോ സെൻറ്റ് സ്ഥലം ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് കുറേ സ്ഥലം 54 സെൻറ്റോളം നമ്മൾ തമിഴ്നാടിന് ട്രാൻസ്ഫർ ചെയ്യാണ്. അത് പെരിയാർ EV രാമസ്വാമി. ഇതിനെ ഓർത്തെടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാണ് സിവിൽ സർവീസിന് ഹിസ്റ്ററി പോയിന്റിന്, ഒന്ന് വൈക്കം സത്യാഗ്രഹം. ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ നോക്കി വെക്കേണ്ട ഒരു ഏരിയയാണ് വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതേപോലെ എന്തിനാണ് പെരിയാർ EV രാമസ്വാമിക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നത്. സോ ആരാണ് പെരിയാർ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കേരളത്തിന് മാത്രമല്ല, തമിഴ്നാടിൻ്റെ വളരെ ഫേമസ് EV രാമസ്വാമി നായ്ക്കർ, അല്ലെങ്കിൽ EV രാമസ്വാമി എന്ന് പറയുന്ന പെരിയാർ. ആരാണ് പെരിയാർ എന്ന് പറയുന്നത്? പെരിയാറിൻ്റെ വർക്ക്, പെരിയാറിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് ഇയർ മിസ്റ്റർ എന്താ പറയുന്നത് വെച്ചാൽ ആഫ്റ്റർ ദിസ് വൈക്കം ശ്രീ മഹാദേവ ടെമ്പിളിനെ കുറിച്ചിട്ടും ഇതിനെ പറയുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് ബന്ധപ്പെട്ട് a lot of political and social personalities including Mahatma Gandhi had a role in the satyagraha. The protest was initially led by T.K. Madhavan, K.P. Keshav Menon, ജോർജ് ജോസഫ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട്. ജോർജ് ജോസഫ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേരളത്തിൽ നിന്നും. KP കേശവ മേനോൻ, T.K. മാധവൻ, ഇവരെ കുറിച്ചൊക്കെ. പെരിയാർ വൈക്കത്ത് ഏപ്രിൽ 13 1924 വന്നത്. Several of the movement's leaders were jailed and provided crucial leadership. അത് ക്രൂഷ്യൽ ലീഡർഷിപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പെരിയാറിൻ്റെ കേരള കോൺട്രിബ്യൂഷനും ഇവിടെ വരികയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം കൊടുക്കുന്നത്. സോ പെരിയാറിനെ കുറിച്ചിട്ടും വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചിട്ടും നമ്മൾ പ്രിലിംസിൻ്റെ ലെവലിൽ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നാളെ വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചൊരു അടുത്ത വർഷം ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് തന്നെയാണ് കാരണം, ചോദിക്കാനുള്ള കാരണം. ഇനി സ്പ്ലിറ്റ് ഡിസിഷൻ ഇതിൽ കൂടുതലും നോക്കേണ്ടത്, ഞാൻ എഡിറ്റോറിയലിലേക്ക് അധികം എത്തിപ്പോകാതെ മെയിൻ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ശരത് പവാറിൻ്റെ നാഷണൽ NCP പാർട്ടിയുടെ സിമ്പിൾ, ഇലക്ഷൻ സിമ്പിളിനെ കുറിച്ചിട്ട്. ക്ലോക്ക് എന്ന് പറയുന്നത് ആർക്ക് കിട്ടും? അജിത് പവാറിനും ശരത് പവാറിനും രണ്ട് പാർട്ടി പിളർന്നപ്പോൾ രണ്ടുപേർക്കും അതേ സിമ്പിൾ വേണം. ഇലക്ഷൻ സിമ്പിളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ എഡിറ്റോറിയൽ അതാണ് പറയുന്നത്. പിന്നെയുള്ളത് ഒബ്സെഷൻ വിത്ത് റാങ്കിങ് ഇസ് ഹാമിങ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. മിനിഞ്ഞാന്ന് നമുക്ക് നെറ്റും PhD കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ ഉള്ള പോലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിനെ ഇപ്പോൾ നമുക്കറിയാം, യൂണിവേഴ്സിറ്റീസ് എല്ലാം നമ്മൾ അക്രഡിറ്റേഷനും റാങ്കിങ് ആണ്. ഇന്ന യൂണിവേഴ്സിറ്റി 3rd റാങ്കാണ് ഇന്നർ ഇൻഡെക്സിൽ, മറ്റേതിൽ 2nd റാങ്കാണ്, മറ്റേതിൽ ടോപ്പ് 3 വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന റാങ്കിങ്ങിന് വേണ്ടി വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ മൊത്തം ഈ റാങ്ക് ലഭിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന മേജർ കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ റിസർച്ച് ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റിയുടെ പർപ്പസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി റിസർച്ച് കൊണ്ടുവന്ന് ആ ഒരു സംഭവം റിസർച്ചിൻ്റെയൊക്കെ ഒരു ഫോക്കസ് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഈ മെട്രിക്സിൽ. ഈ റാങ്കിനും അതിനു വേണ്ടിയുള്ള പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റീസും എല്ലാം പരക്കം പായാണ്. അപ്പോൾ ഇതിലെവിടെയോ റിസർച്ചും ആ ലാർജർ ലെവൽ ഓഫ് യൂണിവേഴ്സിറ്റി എന്തിനാണ് ഉണ്ടാക്കേണ്ടത് അത് മിസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു മേജർ സംഭവം അതാണ് ഇതിനകത്ത് പറയുന്ന മേജർ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ആർട്ടിക്കിളിൽ ഇതിൽ കൂടുതലും ഇറ്റലി മാറ്റേഴ്സ് ടു ഇന്ത്യ, ഇറ്റലി എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യക്ക് എന്ന് പറയുന്നത് പോലെ ഇതിനകത്തുനിന്ന് കുറേ പോയിന്റുകൾ നമുക്ക് എടുക്കാനാണ്. ഇറ്റലിയും ഇന്ത്യ നല്ല റിലേഷനാണ് കീപ്പ് ചെയ്യുന്നത്, ഇൻഡോ മെഡിറ്ററേനിയൻ സീൽ മാത്രമല്ല. അതിലെതിൽ കുറേ പോയിന്റുകൾ എടുക്കാനുള്ളത്. പൈറസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതേപോലെ എന്താണ് അൺക്ലോസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എടുത്ത് നോക്കാവുന്നതാണ്. യുണൈറ്റഡ് കൺവെൻഷനാണ് അത് അൺക്ലോസ്. ലോ ഓഫ് ദ സീ എന്ന് പറയുന്ന ലോ ഓഫ് ദ സീ, എന്താണ് ഈ അൺക്ലോസ് എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് NAVFOR, യൂറോപ്യൻ യൂണിയൻ നേവൽ ഫോഴ്സ് ആണ് EU NAVFOR എന്ന് പറയുന്നത്. എന്താണ് NAVFOR എന്ന് പറയുന്നത്? യൂറോപ്യൻ യൂണിയൻ്റെ നേവൽ ഫോഴ്സിനെയാണ് NAVFOR എന്ന് പറയുന്നത്. സോ അതായിട്ട് ബന്ധപ്പെട്ട് ഇനിയുമുണ്ട് ഇമാസോ, യൂറോപ്യൻ മാരിടൈം അവയർനെസ് ഇൻ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ഇമാസോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രിലിംസിനായിരിക്കും നമ്മൾ ആദ്യമായിട്ട് കാണുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പൈറസി അല്ലെങ്കിൽ ഈ കുറച്ച് നമ്മൾ കേൾക്കാത്ത കുറച്ച് സംഭവങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ഇറ്റലിയായിട്ട് നല്ല ബന്ധവും ഇറ്റലിയായിട്ടുള്ള ഡിഫൻസ് കൊളാബറേഷനും നേവൽ കൊളാബറേഷനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ വാർത്ത പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ സാധനം ഓർത്ത് വെക്കുക. അതേപോലെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് IMEC. നിങ്ങൾ അറിയില്ലെങ്കിലും ഇതിനെക്കുറിച്ചിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. IMEC എന്ന് പറയുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറാണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക്
കോറിഡോറാണ് ഐമെക്. ഐമെക്കിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഐമെക് ആരെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ സിവിൽ സർവീസിന് ആരും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഇതൊക്കെ കണ്ടെത്തണം എന്നുള്ളതാണ് ഇന്നത്തേക്കുള്ളത്. ഒരുപാട് വാർത്തകളുണ്ട് കണ്ടെത്താനില്ല, ഞാൻ അതുകൊണ്ടാണ് ഇതിലേക്ക് പറയുന്നത്. പിന്നെ ഈ ആർട്ടിക്കിൾ കുറച്ച് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസും ഇലക്ഷൻ, ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ ഡീരജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവാണ്. ഇതൊരു ഇൻ്റർവ്യൂ ആണ്. മെയിനായിട്ട് പറയുന്ന ഈ എഡിറ്റോറിയൽ പറയുന്ന മേജർ ന്യൂസ് അത്രയാണ്. പിന്നെ വരുന്നത് നാഷണൽ ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട 2-3 കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്താണ്. പൈലറ്റ് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടും മറ്റേ പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് ഓപ്പൺ അല്ല. ചിൽഡ്രൻ ഓഫ് റെഗുലർ ആൻഡ് പെർമനന്റ് എംപ്ലോയീസ് ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ്, ഗ്രാജുവേറ്റ്സ് ഫ്രം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് IIT, IIM ആൻഡ് പ്രൊഫഷണൽ CA, CS, MBBS. പിന്നെ ഹൗസ് ഹോൾഡ് ഇൻകം ഒക്കെ ഉള്ള 8 ലക്ഷത്തിന് അങ്ങനെ കുറച്ച് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിൽ പങ്കെടുക്കാൻ പറ്റും. ഇന്റേൺഷിപ്പ് പ്രൊജക്ടിന് തന്നെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ ജയിലിലെ കാര്യങ്ങൾ, കാസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്. അതേപോലെ ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീലങ്കൻ ദിസനായക, ശ്രീലങ്കയിൽ നിങ്ങൾക്കറിയാം ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. വിത്ത് അനുരകുമാര ദിസനായിക്കെ, നമ്മുടെ ശ്രീലങ്കയുടെ ഫസ്റ്റ് വിസിറ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ പടത്തിൽ കാണുന്ന നമ്മൾ ഇലക്ഷൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഇന്ത്യ ശ്രീലങ്ക ടൈസ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ത്യയും ശ്രീലങ്കയും ഉള്ള ഇന്ത്യ സ്ട്രെച്ച് ചെയ്യുന്ന മെയിൻ കാര്യങ്ങളാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. അത് എടുത്തു പറയേണ്ടതാണ്. ഇന്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവിൽ ഇന്ത്യ സ്ട്രെസ് ചെയ്യുന്ന നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഫസ്റ്റ് കൊണ്ടുവരാണ് ഇന്ത്യ. സോ എന്താണ് ഈ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്നുള്ളതും കൂടെ നമുക്ക് നന്നായിട്ട് അറിയണം. എന്താണ് ഈ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദാറ്റ് പോളിസി, എന്താണ് ആ പോളിസിയുടെ മെയിൻ കാര്യം, ആൻഡ് വാട്ട് ഈസ് സാഗർ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് സാഗർ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഇതിൽ സാഗർ എന്ന് പറയുന്നതും അതൊക്കെ ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റീസിൽ പെടുന്ന കാര്യങ്ങളാണ്. അതേപോലെ ശ്രീലങ്കയായിട്ടുള്ള മറ്റ് കൊളാബറേഷൻസ് എങ്ങനെയാണ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ പുതിയ ദ പ്രസിഡന്റ്, അതായത് ഫോർട്ട്നൈറ്റ് ആഫ്റ്റർ പ്രസിഡന്റ് ആണ് നമ്മുടെ അനുരാഗ് കുമാര ദിസനായിക എന്ന് പറയുന്ന പിക്ചറിൽ കാണുന്നത്. അതിനുശേഷം ഒരു കാര്യം കൂടെ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, ശ്രീലങ്കയുടെ കോണ്ടെക്സ്റ്റിൽ എന്താണ് 13th അമെൻമെന്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴൊന്നും ചോദ്യം വന്നില്ലെങ്കിലും നമ്മൾ ഈ ഇന്ത്യ ശ്രീലങ്കൻ എപ്പോഴും പറയുമ്പോൾ 13th അമെൻമെന്റിനെ കുറിച്ച് ചോദ്യങ്ങൾ പറയാറുണ്ട്. സോ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു നോ സംതിങ് അബൌട്ട് 13th അമെൻമെന്റ്. അത് വേറൊന്നുമല്ല, സെൻട്രൽ ഡെവല്യൂഷൻ ഓഫ് പവർ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്ന പോലെ. നമ്മൾ ഡെവല്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്ന പോലെ സെൻട്രൽ നിന്നും പ്രൊവിൻസുകളിലേക്ക്, നമ്മൾ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന പോലെ പ്രൊവിൻസുകൾക്ക്, ശ്രീലങ്കയിലെ പ്രൊവിൻസുകൾക്ക് ഒരുപാട് പവർ കൊടുത്ത്, സെൻട്രൽ നിന്നും പ്രൊവിൻസിലേക്ക് പവർ കൊടുത്ത് കുറേ ആസ്പെക്റ്റുകളാണ് ശ്രീലങ്കയുടെ ഇതിൽ 13th അമെൻമെന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സോ ആ 13th അമെൻമെന്റിനെ കുറിച്ചിട്ടും ഇവിടെ മനസ്സിലാക്കണം ഈ ഒരു പെർസ്പെക്റ്റീവിൽ. സോ അതാണ് ഈ വാർത്തയിൽ പറയുന്നത്, ഇന്ത്യ ശ്രീലങ്ക. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങൾ, പ്രൊജക്റ്റുകൾ ഒരുപാടുണ്ടെങ്കിലും ഈ പ്രൊജക്റ്റ് ലൈക്ക് ദ ട്രിങ്കോമാലി ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊരു പ്രൊജക്റ്റാണ്, ട്രിങ്കോമാലി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്. സോ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 13th അമെൻമെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ബാംഗ്ലാദേശ് അവരുടെ ഓൺവോയിനെ തിരിച്ചു വിളിച്ചു. പിന്നെ അടുത്തത് പറയുന്നത് വോങ്ചുക്, സോനം വോങ്ചുക്കിനെ കുറേ നാളായിട്ട് ഡൽഹിയിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഡീറ്റെയിൽഡ് അല്ല, അദ്ദേഹത്തിന് ലഡാക്കിനെ കുറിച്ച് അദ്ദേഹം പറയാൻ വന്നിരിക്കുകയാണ്. അറിയാലോ, ലഡാക്കിന് 6th ഷെഡ്യൂൾ കൊണ്ടുവരണം, ലഡാക്കിന് സ്റ്റേറ്റ്ഹുഡ് വേണമെന്നൊക്കെ പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് കുറച്ച് വാർത്തകളുണ്ട്. പിന്നെ ജേർണലിസ്റ്റ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇന്ത്യയുടെ ഫ്രീഡം ഓഫ് മീഡിയ ഭയങ്കരമായി ഗവൺമെന്റ് കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നെടുത്ത് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അതാണ് ഇതിൽ വാർത്തയിൽ പറയുന്നത്. അതായത് മീഡിയയുടെ ഫ്രീഡത്തിനെ കർട്ടേൽ ചെയ്യുകയാണെന്നാണ് ഇവർ ചർച്ച ചെയ്തത്. അതായത് റൈറ്റ് ടു ലൈഫ്, ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ദ റൈറ്റ് ടു വർക്ക്. മീഡിയ, അതായത് ഫ്രീഡം ഓഫ് മീഡിയ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനത്തെ കുറേ ജേർണലിസ്റ്റുകളെല്ലാം ഒത്തുകൂടി ഒരു മീറ്റിംഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ അതാണ് മെയിനായിട്ടുള്ള നാഷണൽ ന്യൂസ്. പിന്നെ ഇലക്ഷന് പോകുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഈ ഒരു പേജിൽ പൊളിറ്റിക്കൽ വാർത്തകൾ അല്ലാണ്ട് എടുത്തു പറയേണ്ട ഒരു റിപ്പോർട്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ റിപ്പോർട്ട് വരും. ഇന്ത്യ സേഫ് അല്ല എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ്. അതായത് ഓർഗനൈസേഷൻ്റെ പേര് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, USCIRF, ഇന്ത്യയിൽ റിലീജിയസ് ഫ്രീഡം ഇല്ല എന്ന് പറയുന്നതാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും അവസാനം അവർ പറഞ്ഞിരിക്കുന്ന സംഭവം, ഇന്റർനാഷണൽ
ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരും. എപ്പോഴും പറയും ഇന്ത്യ സേഫ് അല്ല, ഇന്ത്യയിൽ റിലീജിയസ് ഫ്രീഡം തീരെ ഇല്ല, മൈനോറിറ്റീസിനെയൊക്കെ മെജോറിറ്റി ആൾക്കാരെ ഒരുപാട് പീഡിപ്പിക്കുകയാണെന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എപ്പിസോഡ്സ് പറയുന്നുണ്ട്. എടുത്തു പറയുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ CAA കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അതേപോലെ ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നല്ലോ, അതേപോലെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നതാണ് ഇതിനകത്ത് എടുത്തു പറയുന്ന ചലഞ്ചുകൾ. പിന്നെ രാം മന്ദിർ ഉണ്ടാക്കിയതിന് ശേഷം അയോധ്യയിൽ ടെമ്പിൾ ഉണ്ടാക്കിയതും ഇതൊക്കെ കൊണ്ട് ഇന്ത്യ പിന്നെ ആൻറ്റി കൗസ്ലോട്ടർ നിയമങ്ങൾ, കൗസ്ലോട്ടർ പാടില്ല എന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ വന്നതിന് ബേസിസിലാണ് ഇത് ശരിയല്ല എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും ഇന്ത്യ വളരെ കൺസേൺ ഉള്ള രാജ്യമാണ്, അവിടെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതോട് അമേരിക്കൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇന്ത്യ എക്സ്റ്റേണൽ മിനിസ്ട്രി ഇത് തെറ്റാണെന്ന് വളരെ ഇതായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് നോട്ട് കറക്റ്റ്, ഇത് ഇന്ത്യനെ മലീഷ്യസ് ഇതിൽ കൊണ്ടുവരാൻ പറ്റിയിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് പറയുന്നത്. ഇവിടെയാണ് US പറഞ്ഞിരിക്കുന്ന രാജ്യം a country of particular concern എന്നാണ്. ഇതാണ് ആ വാക്ക്. ക്യാമറ ഉള്ളതുകൊണ്ട്, വീഡിയോ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. a country of particular concern, അത് ഇന്ത്യ സൂക്ഷിക്കേണ്ട രാജ്യമാണെന്ന് പറഞ്ഞതാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത്. ഓക്കെ, പിന്നെ ഇതിലടുത്ത് ബിസിനസ് പേജിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇതൊരു വളരെ പ്രധാനപ്പെട്ട സിവിൽ സർവീസായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ശരിക്കും പഠിക്കാവുന്നൊരു സംഭവമാണ്. അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ കുറേ സ്കീമുകളും കുറേ സംഭവങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി എല്ലാം കൂടെ 2 പുതിയ സ്കീംസിലേക്ക് മാറാൻ പോവാണ്. എല്ലാം പുതിയ സ്കീംസിലേക്ക് മാറാൻ പോവാണ്. സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ്? മെർജ് ഓൾ സെൻട്രൽ സ്കീം, എല്ലാം കൂടെ മെർജ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാണ്? ഇൻടു 2 മേജർ സ്കീംസ്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഈ പേരുകളൊക്കെ ഓർത്ത് വെക്കാനാണ് ഏറ്റവും പാട്. PMRKVY, ഇതൊക്കെ ഓർക്കാൻ തന്നെ പാടാണ്. അതായത് പ്രധാനമന്ത്രി രാഷ്ട്രീയ, ഇതൊക്കെ ഓർത്ത്, കൃഷി വികാസ് യോജന, എളുപ്പം അതാണ്. PM എല്ലാത്തിലും കോമൺ ആണ്. കൃഷി വികാസ് യോജന, VY എന്ന് ഓർത്താൽ മതി. കൃഷി വികാസ് യോജന ഓൾമോസ്റ്റ് 100,000 10,000 ലാക്ക്, 1 ലക്ഷം കോടി രൂപയാണ് ഇതിന്റെ പ്രൊജക്റ്റ്. ഇതൊക്കെ സിവിൽ സർവീസിന് പ്രിലിംസിന് ചോദിക്കാട്ടോ. വാല്യൂ ഇന്ന ലക്ഷം എന്നല്ല, ഏതാണ്ട് ഈ കൃഷി വികാസ് യോജനയ്ക്ക് ഏതാണ്ട് 2.5 ലക്ഷം കോടി ഔട്ട്ലേ ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ വാല്യൂ ചോദിക്കുന്നതിനെക്കാട്ടും ഏകദേശം നമുക്കറിയണം ആ ഒരു ഇത്ര ലക്ഷം ഉണ്ടെന്നുള്ളൊരു മനസ്സിൽ നമുക്ക് പതിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. സോ ഒന്ന് ഈ KY, പിന്നെ കൃഷി ഉന്നതി യോജന, KY, ഒന്ന് KY, ഒന്ന് VY നോർത്താൽ മതി. കൃഷി വികാസ് യോജന, KVY എന്നോർത്താൽ മതി. KVY, കൃഷി വികാസ് യോജന, കൃഷ്യോന്നതി യോജന. ഈ 2 യോജനയും അതിന്റെ ബഡ്ജറ്റ് ഏതാണ്ട് 69,000 കോടി രൂപയാണ്. അപ്പോൾ ഈ എല്ലാ സാധനം കൂടെ ഒരുമിച്ച് മേർജ് ചെയ്തിരിക്കുകയാണെന്നാണ് ഇതിന്റെ വാർത്ത. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്കൊക്കെ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. ഇതെന്തിനാണ് മേർജ് ചെയ്തതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. കാരണം കുറേ സ്കീമുകളും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇത് ഫുൾഫിൽ ചെയ്യാൻ പാടാണ്. സോ ഇത് സ്റ്റേറ്റ്സിനും കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് പറയുന്നത്. ഇതിന്റെ കൺവേർജൻസിനും ഇതിന് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ആൻഡ് പിന്നെ പറയുന്നത് ബാക്കിയുള്ള അഗ്രികൾച്ചറിന്റെ പോളിസീസ് ആണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനെല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു കോംപ്രിഹെൻസീവ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റട്ടെ. സോ സ്കീമുകൾ പറയുന്നുണ്ട്, സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ്, റെയിൻഫെഡ് ഏരിയ ഡെവലപ്മെന്റ്, അഗ്രോ ഫോറസ്ട്രി, പരമ്പരാഗത് കൃഷി വികാസ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇനി ഇതിനകത്ത് എല്ലാം കൂടെ ചേർത്തിട്ട് ഈ എല്ലാം മേർജ് ചെയ്തിനി 2 സാധനങ്ങളായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. പിന്നെ എടുത്തു പറയേണ്ടത്, വേറെ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവം എന്താണ് ഈ NMEO ഓയിൽ സീഡ്സ്. NMEO എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ സീഡ്സ് എന്നാണ് NMEO എന്ന് പറയുന്നത്. NMEO. സോ അതും ദിസ് വിൽ ബി ഇംപ്ലിമെന്റഡ് ഓവർ 7-year പീരിയഡ്. ആൻഡ് ഏതാണ്ട് 10,000 കോടി രൂപ, 10,000 കോടി രൂപ ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതും ഓയിൽ സീഡ്സിനെ കുറിച്ചിട്ടാണ്. ഓയിൽ സീഡ്സ്, മസ്റ്റാർഡ്, റേപ്പ് സീഡ്സ്, ഗ്രൗണ്ട് നട്ട്, സോയാബീൻ, സൺഫ്ലവർ, സെസമം, അങ്ങനത്തെ ഓയിൽ സീഡ്സിന് വേണ്ടിയാണ് ഈ പറയുന്ന NMEO ഓയിൽ സീഡ്സ്. NMEO ഇത് ഓർത്ത് വെക്കണം. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽസ് എന്നാണ് ഇതിന് വരുന്നത്. സോ വേറൊരു കാര്യം, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 2-3 സ്കീം പറഞ്ഞു, മെർജിങ് പറഞ്ഞു, NMEO പറഞ്ഞു. വേറെ ഇമ്പോർട്ടൻ്റ് പെട്ടൊരു സംഭവമാണ് എനർജി എഫിഷ്യൻസി ഹബ്. എന്താണ് ഈ എനർജി എഫിഷ്യൻസി ഹബ്? EEH ഓർത്ത് വെച്ചോളൂ. EEH ഇതെല്ലാം കൂടി ഒരു ഗ്രൂപ്പാണ്. എനർജി എഫിഷ്യൻസി ഹബിൽ
ഇന്ത്യ ഹാസ് അപ്രൂവ്ഡ് ദ സൈനിങ് ഓഫ് ഇന്ത്യ ടു ജോയിൻ. ഇന്ത്യ EEH എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ജോയിൻ ചെയ്യാണ്. സോ എന്താണ് ഈ EEH? അത് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ. EEHൽ ഇന്ത്യ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു വാർത്തയാണ്. ആവശ്യത്തിൽ ഒരുപാട് ന്യൂസ് ഇതിനകത്തുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യൻ പുഷ് നീഡ് ടു എൻഡ് എയ്ഡ്സ് ആസ് എ ഗ്ലോബൽ ഹെൽത്ത് ത്രെറ്റ് ബൈ ഇതിൽ UN AIDS എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഇന്ത്യ ഒരുപാട് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് പെർഫോം ചെയ്യണം. ഇന്ത്യ ഹാസ് മെയ്ഡ് നോട്ടബിൾ പ്രോഗ്രസ് ഇൻ റെഡ്യൂസിങ് ആനുവൽ AIDS റിലേറ്റഡ് ഡെത്ത്സ്. AIDS ആയിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡിങ് പുതിയ ഇൻജെക്റ്റബിൾസ് ഒക്കെ UN കൊണ്ടുവരുന്നുണ്ട്. സോ ടു അച്ചീവ് ദ ഗോൾ ഓഫ് എൻഡിങ് AIDS ആസ് എ പബ്ലിക് ഹെൽത്ത് ത്രെറ്റ് ബൈ 2030, we must not only diagnose and successfully treat people, but also dramatically lower new infections. ഇതാണ് ഇതിനെന്താ മെയിൻ പറയുന്നത്. ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്ത് അതിൽ സക്സസ്ഫുൾ കൊണ്ടുവരാതെ ഇത് ഇനി വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എയ്ഡ്സ് പ്രിവെൻറ്റ് ചെയ്യണം. സോ ഗവൺമെൻറ് നമുക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു ടാർഗറ്റ് തന്നെ 2030 ഇതൊരു ഗ്ലോബൽ ത്രെറ്റ് അല്ലാതെ മാറ്റും എന്നുള്ളതാണ് ഈ വാർത്ത ഇതിനകത്ത് മെയിൻലി പറയുന്നത്. സോ ദാറ്റ് ഈസ് വൺ അഗെയിൻ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സുപ്രീം കോടതി എയർ പൊല്യൂഷൻ top courts calls out Punjab and Haryana government for recovering only. Supreme Court slams air pollution panel. Air pollution panelനെ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഒക്കെ വെറുതെയാണെന്നാണ് പറയുന്നത്. കാരണം സ്റ്റബിൾ ബേണിംഗ് നിർത്താൻ കഴിയുന്നില്ല. സോ ഇവിടെ ഞാൻ എടുത്തു പറയട്ടെ, എന്താണ് സ്റ്റബിൾ ബേണിംഗ് നിങ്ങൾക്കറിയാം. വൈക്കോൽ ഇതേപോലെ പടത്തിൽ കത്തിക്കുന്ന പോലെ ഇനി ഞാൻ ആവർത്തിക്കുന്നു, ഇത് കത്തിക്കുമ്പോൾ ഏതൊക്കെ ഗ്യാസ് ആണ് മുകളിലേക്ക് പോകുന്നത് എന്നുള്ളത് UPSC ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ ഇത് തടയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ തടയാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഇത് സ്റ്റബിൾ ബേണിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു കാര്യമല്ല. സോ 83 സ്റ്റാറ്റ്യൂട്ടറി ഡയറക്ഷൻസ് ആൻഡ് 53 ബിസൈഡ്സ് വേരിയസ് ഓർഡേഴ്സ്, ഇതെല്ലാം നിർത്താൻ വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. സോ ക്ലൈമറ്റ് പൊല്യൂഷൻ, അതായത് മാറ്റുന്ന എയർ പൊല്യൂഷൻ പാനലിനെ കുറിച്ചിട്ടും ഇതിനകത്ത് എയർ ക്വാളിറ്റി മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ക്ലാസിക്കൽ ലാംഗ്വേജ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. മറാഠി, ബംഗാളി among 5 granted classical language status. അത് വലിയൊരു സംഭവമാണ്. എല്ലാ ലാംഗ്വേജസും ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ല. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ലാംഗ്വേജിനെ ക്ലാസിക്കലായിട്ട് തിരഞ്ഞെടുക്കുന്നത്? മലയാളം ക്ലാസിക്കൽ ലാംഗ്വേജ് ആണോ? നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മലയാളം, കന്നഡ, തെലുഗു, തമിഴ് എല്ലാം ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്. അതായത് സെഞ്ചുറീസ്, നൂറ്റാണ്ടുകളോളം ചരിത്രം പഴക്കം പറയാൻ പറ്റുന്ന ലാംഗ്വേജിന് മാത്രമേ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യ ഹാഡ് 6 ക്ലാസിക്കൽ ലാംഗ്വേജസ് ടിൽ നൗ. തമിഴ്, തെലുഗു, മലയാളം, കന്നഡ അങ്ങനെ തന്നെ പഠിക്കാം. കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ തമിഴ്, തെലുഗു, മലയാളം, കന്നഡ, സാൻസ്ക്രിത് ആൻഡ് ഒഡിയ. സോ ഒഡീസയുണ്ട്. തമിഴ് വാസ് ദ ഫസ്റ്റ് ലാംഗ്വേജ്. തമിഴാണ് ആദ്യം കയറിയത്, 2004 പിന്നെ സാൻസ്ക്രിത്. സോ ഇതിൽ മറാഠിയും ബംഗാളിയും ഒക്കെ ലാംഗ്വേജസിൽ നമ്മൾ വരികയാണ്. സോ ഇതിൽ ബംഗാളിയും ഇതിനപ്പുറത്തേക്ക് വരുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നും കൂടെ നമുക്കിതിനകത്ത് നോക്കാൻ പറ്റണം. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും ഒരു ലിംഗ്വിസ്റ്റിക് കമ്മിറ്റിയും ഒക്കെ ചേർന്നിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. സോ ഇതിൽ ഹിന്ദി നമുക്കിതിനകത്ത് ഫൈനലി മറാഠി ലാംഗ്വേജ് ആൻഡ് മഹാരാഷ്ട്രയിലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്, സക്സസ്ഫുൾ ആയതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഹിന്ദി ക്ലാസിക്കൽ ലാംഗ്വേജ് ആണോ എന്നൊരു ചോദ്യം നമുക്കിവിടെ എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഹിന്ദിനെ പലപ്പോഴും അത്രയും വർഷം ഹിന്ദിക്ക് പഴക്കമുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഹിന്ദിക്ക് അത്രയും പഴക്കമുണ്ടോ? നമ്മളപ്പോൾ ആലോചിക്കണം, മറ്റ് ലാംഗ്വേജസിനെക്കാട്ടും നോക്കുമ്പോൾ ഹിന്ദിക്ക് അത്രയും പഴക്കം കാണുന്നില്ല എന്നുള്ളതും വലിയൊരു ഫാക്ടറാണ്. സോ പ്രധാനപ്പെട്ട മറാഠി, ബംഗാളി ലാംഗ്വേജസിനൊക്കെ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതും ഒന്നെടുത്ത് ഓർത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ് ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ. ഇത് അപ്പോൾ മറ്റ് ലാംഗ്വേജ് എന്താണ്, എങ്ങനെയാണ് ക്ലാസിക്കൽ പദവി കിട്ടുന്നതും കൂടെ അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഉള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ബിസിനസ് ലോൺ ഷോസ് ഏർലി അസറ്റ് ക്വാളിറ്റി സ്ട്രെസ്. അതായത് ഇത് വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം ഈ അൺസെക്യൂർഡ് ലോൺസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണ ലോൺ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊളാട്രലായിട്ട് കൊടുക്കണം, എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി കൊടുക്കണ്ടേ. കൊളാട്രൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും ലോൺ എടുക്കുമ്പോൾ ലാൻഡോ വീടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ കൊടുക്കുന്ന ലോൺ എന്ന് പറയുന്നത് കൊടുക്കുന്ന ആൾക്ക് റിസ്ക് ആണ്. ഡെഫിനറ്റ്ലി ഇതാണ് ലോൺ കൊടുക്കുന്നത്. ഒരുപാട് ലോൺ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ലോൺ കൊടുത്തു. ഒന്ന് സെക്യൂരിറ്റി ഈടൊന്നും എടുക്കാതെ കൊടുത്തിരിക്കുന്നത്. ഇവർ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ കൊടുത്ത ആൾക്ക് പണിയിട്ടില്ലേ, അത്രയും പൈസ. ഈ ക്വാളിറ്റി അസറ്റ് ക്വാളിറ്റി സ്ട്രെസ് വരും, ഭയങ്കരമായിട്ട് സ്ട്രെസ് വരും. സോ അത് വലിയൊരു പ്രോബ്ലമാണ്. അത് ഈ ഒരുപാട് അങ്ങനത്തെ ലോൺസ് ഒരുപാട് ഇഷ്യൂ ആണ്, തിരിച്ചടയ്ക്കാത്തതിൻ്റെ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ
അൺസെക്യൂർഡ് ലോൺസ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്നുള്ളതും ഇവിടെ ഒരു വാർത്ത നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സുപ്രീം കോർട്ട് ലേസ് ഡൗൺ ഫംഗ്ഷനാലിറ്റി എസെൻഷ്യലി ടെസ്റ്റ് ടു ക്ലെയിം ITC. പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് മസ്റ്റ് ബി ഡയറക്ട്ലി എസെൻഷ്യൽ ടു ബിസിനസ് ഓപ്പറേഷൻ. സോ സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനീസ് ക്യാൻ ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അണ്ടർ GST. അപ്പോൾ ഈ പറയുന്ന പോലെ റിയൽ എസ്റ്റേറ്റുകാർക്കും നിങ്ങൾ ഇത് മൊത്തം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് GST എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ വെറുതെ ഒരു മിനിറ്റോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന് പ്ലസ് GST നമ്മൾ ആഡ് ചെയ്യാറുണ്ടെന്നില്ല. നമ്മളൊരു കമ്പനി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഒരു 18% എന്നല്ല, ഓരോന്നിനും ഓരോ ഡിസ്റ്റൻസ് ഒരു പ്ലസ് ഒരു GST നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ GST എടുക്കുമ്പോൾ നമ്മൾ വേറൊരു സാധനം വാങ്ങിക്കുമ്പോൾ ആ GST നമ്മൾ അടയ്ക്കേണ്ട സമയത്ത് നമുക്ക് കിട്ടി. നമ്മൾ അതിനെ ബേസിക്കലി ഞാനിത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? നിങ്ങൾക്കറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കമ്പനി എന്ന രീതിയിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒരു പെട്ടെന്ന് ക്വിക്കായിട്ടൊരു എക്സാമ്പിൾ, ടാക്സിൻ്റെ എമൗണ്ട് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. 1000 രൂപയുടെ സാധനം വാങ്ങിച്ചു, 200 രൂപ ടാക്സ് കൊടുത്തെന്ന് വിചാരിക്കാം. 200 രൂപ GST അടച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ 200 രൂപ ഇവിടെ കിടക്കുകയാണ്. ഞാൻ 200 രൂപ എൻ്റെ GST ടാക്സ് പോയി, എൻ്റെ ടാക്സ് പോയി. ഇനി 200 രൂപ എൻ്റെ GST എൻ്റെ ടാക്സ് പോയി, ഞാൻ വേറെ സാധനം എടുത്തു. ഇനി ഞാൻ വിൽക്കുന്നൊരു സാധനം ഇങ്ങോട്ട് വരിക. ഞാൻ വിൽക്കുന്നൊരു സാധനത്തിലേക്ക് അനലൈസ് ചെയ്താൽ മതി. ഞാൻ 100 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ ഒരു കോഴ്സ് വിറ്റു. 1000 രൂപയുടെ ഫീസ് കിട്ടി എനിക്ക്. 1000 രൂപയുടെ ഫീസ് എനിക്ക് കിട്ടി. അപ്പോൾ 1000 രൂപയിലും ഇമാജിൻ എനിക്ക് 200 രൂപ അല്ലെങ്കിൽ 250 രൂപ GST വാങ്ങിച്ചല്ലോ. ഞാൻ 1000 രൂപയ്ക്ക് 250 രൂപ GST ഞാൻ ആർക്ക് കൊടുക്കണം? ഗവൺമെന്റിലേക്ക് GST അടയ്ക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ 200 രൂപയുടെ GST ഇവിടെ ITC എന്ന് പറയുന്ന സാധനം എനിക്ക് ഇൻപുട്ട് കിടക്കുന്നുണ്ട്. ഗവൺമെന്റ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് മാസം ഞാൻ ഈ നമ്മൾ ഫീസ് കിട്ടുന്നതിനും GST അടയ്ക്കണം. അപ്പോൾ ഈ GSTയിലേക്ക് ഞാൻ ഈ കോഴ്സിൻ്റെ 250 രൂപ ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ ഗുണം എന്ന് വെച്ചാൽ ഞാൻ 50 രൂപ കൊടുത്താൽ മതി. കാരണം ഓൾറെഡി 200 രൂപ എനിക്ക് അവിടെ ഇൻപുട്ട് കിടക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ച സാധനത്തിൻ്റെ ഇൻപുട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ 250 നിന്ന് ഈ 200 മൈനസ് ചെയ്താൽ പിന്നെ എനിക്ക് 50 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ശരിക്കും ITC എന്താണെന്ന് ശരിക്കും പഠിക്കണം. ഇതിൽ പറയുന്നത് റിയൽ എസ്റ്റേറ്റിനുള്ള ആൾക്കാർക്കും GST ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിന് മുന്നേ GST ക്രെഡിറ്റ് ഇൻപുട്ട് ITC ഇൻഫ്രാസ്ട്രക്ചറിന് റിയൽ എസ്റ്റേറ്റ് കമ്പനീസിന് കിട്ടുന്നുണ്ടായിരുന്നില്ലെന്ന് നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. സോ അതാണ് ഇതിൽ പറയുന്ന മേജർ ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്. പിന്നെ യൂറോപ്യൻ യൂണിയൻ എക്സ്റ്റെൻഡ് ഡെഡ് ലൈൻ ടു എൻഫോഴ്സ് ഡിഫോറസ്റ്റേഷൻ റൂൾസ്. ഇതിൽ നമ്മൾ എടുത്ത് നോക്കേണ്ട 2-3 സംഭവങ്ങളുണ്ട്. യൂറോപ്യൻ യൂണിയൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. യൂറോപ്യൻ യൂണിയനെ കുറിച്ച് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിഫോറസ്റ്റേഷൻ റെഗുലേഷൻ. ഡിഫോറസ്റ്റേഷൻ എന്താണെന്ന് പറയാം, മരങ്ങൾ ഇങ്ങനെ മുറിച്ചു കൂട്ടുന്നുണ്ട്. അതിനെതിരെയുള്ള ഇൻക്ലൂഡിംഗ് ബ്രസീൽ, ഇന്ത്യ, ഇന്തോനേഷ്യ റേസ്ഡ് ഒബ്ജെക്ഷൻസ് ടു ദ ഡിഫോറസ്റ്റേഷൻ റെഗുലേഷൻ. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഡിഫോറസ്റ്റേഷൻ റെഗുലേഷൻ എന്താണ് എന്നുള്ളതും കൂടെ നമുക്കിതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2023 EUDR എന്ന് പറയുന്ന സംഭവം. എന്താണ് EUDR? ഉറപ്പായിട്ടും പ്രിലിംസിനൊക്കെ ചോദിക്കാവുന്ന സാധനമാണ്. ഇതൊരു എന്താണ് യൂറോപ്യൻ യൂണിയൻ ഡിഫോറസ്റ്റേഷൻ റെഗുലേഷൻ എന്നാണ് അതിൻ്റെ പേര്. സോ large companies are now required to comply. Major agriculture producing like Russia, Brazil, including Brazil, India, Indonesia and the US raise objections. ഇത് ഉറപ്പായിട്ടും EUDR എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ചിലപ്പോൾ ചെറിയ വാർത്തകളായിരിക്കും, പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. നാളെ EUDR എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവും. സോ അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് ബിസിനസ് പേജിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഫാർമറിന് 40% ഓഫ് പ്രൈസ് ഫെയ്റ്റ്സ്, നമുക്ക് വളരെ കുറച്ച് പൈസ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മളൊരു ഫാർമറിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, ഫാർമർ ഒരു സാധനം മാർക്കറ്റിൽ കൊടുത്തു, ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്. ഇവിടെ നിന്നാണ് കസ്റ്റമേഴ്സ് എല്ലാം വാങ്ങിക്കുന്നത്. അപ്പോൾ ഫാർമർ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒരു സാധനം ഇങ്ങോട്ടേക്ക് കൊടുത്തത്. ഇവിടെ നിന്ന് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു പ്രൈസിനാണല്ലോ ഒരു 100 രൂപയ്ക്കാണ് കച്ചവടക്കാരൻ അല്ലെങ്കിൽ മാർക്കറ്റ് വിറ്റത്. കച്ചവടക്കാരനിത് ചിലപ്പോൾ ഇത് 350 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ വിൽക്കുന്നുണ്ടാവുക. അത് ബാക്കി 250 രൂപ അയാളുടെ പ്രോഫിറ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഫാർമേഴ്സ് എടുക്കുന്ന എഫേർട്ടിന് കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നതിന് ഫാർമേഴ്സിന് തിരിച്ചു കിട്ടുന്നത് വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഫാർമേഴ്സിൻ്റെ വാല്യൂ
കിട്ടുന്നത് കുറവാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൊടുത്തിട്ടുണ്ട് 70% മാത്രമേ. ആകെ കൂടുതൽ ഫാർമേഴ്സിന്റെ ഷെയർ നോക്കുമ്പോൾ മിൽക്കിന് മാത്രം 70% കിട്ടുന്നുണ്ട്, മുട്ടയ്ക്ക് 75% കിട്ടുന്നുണ്ട്, ബനാനാസിന് 30, ഗ്രേപ്പിന് 45, മാംഗോ അല്ലെങ്കിൽ ഗ്രാംസിന് 75%, ടൊമാറ്റോയ്ക്ക് 33, അണിയന് 36, പൊട്ടറ്റോ. അപ്പോൾ ശരിക്കും കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കംപ്ലീറ്റ്ലി ഫാർമറിന്റെ കയ്യിലേക്ക് കിട്ടുന്നത് വളരെ ഇത്ര % മാത്രമേ ഫാർമറിന് ആ ഒരു ബെനിഫിറ്റ് ഉള്ളൂ. പകുതി മിഡിൽ മാൻ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്, നടുക്കുള്ള ആള് കൊണ്ടുപോകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അപ്പോൾ ഇതിൽ EUDR നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. യൂറോപ്യൻ യൂണിയൻ ഡിഫോറസ്റ്റേഷൻ റെഗുലേഷൻ എന്താണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ നല്ലതാണ്. വാർത്തയുണ്ട്. പിന്നെ അവസാനമായിട്ട് ഇന്റർനാഷണൽ പേജിൽ വേറെ കൂടുതൽ കാര്യങ്ങളെക്കാട്ടും സിറിയ ഇറാനിലുള്ള പ്രോബ്ലം പറയുന്നുണ്ട്. തായ്വാൻ, ഇതൊക്കെ മാപ്പ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇറാൻ, തായ്വാൻ, ചാർലി ഹെബ്ദോ പഴയൊരു മാഗസീനാണ്, അതിനെ ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. ഇതും ഇന്നലെ ഉണ്ടായിരുന്നു. ഇറാൻ ഓയിൽ ഫെസിലിറ്റീസിൽ, ഓയിൽ ന്യൂക്ലിയർ സൈറ്റിലൊന്നും ന്യൂക്ലിയർ സൈറ്റിൽ അറ്റാക്ക് ചെയ്യുന്ന അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെസ്ബുള്ളയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇസ്രായേലിന്റെ റെയ്ഡ് നടന്നു അല്ലെങ്കിൽ ബ്ലാസ്റ്റ് നടന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ടതാണ്. പിന്നെ നേറ്റോ, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട വേറൊന്നുമില്ല, നേറ്റോയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, റഷ്യ നേറ്റോയുടെ മെമ്പറാണോ, യുക്രൈൻ നേറ്റോയുടെ മെമ്പറാണോ, നേറ്റോന്റെ ആർട്ടിക്കിൾ 5 എന്താണെന്നൊന്ന് കണ്ടുപിടിക്കും. അതിലെന്താണ് ആർട്ടിക്കിൾ 5 പറയുന്നത്? എൻ്റെ ഫ്രണ്ട് എൻ്റെ ശത്രു നിന്റെ ശത്രു എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട് എന്താണ് നേറ്റോ എന്നുള്ളതും കൂടെ ഒന്ന് രാജ്യമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സോ ഫൈൻഡ് ഔട്ട് അബൌട്ട് നേറ്റോ. ആൻഡ് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇതാണ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. UK ടു റിട്ടോർട്ട് ഷാഗോസ് ടു മൊറീഷ്യസ്. ഇതൊരു ഐലൻഡാണ്, നിങ്ങൾക്കറിയായിരിക്കും. ഡീഗോ ഗാർസിയ എന്ന് പറയുന്നത് തന്നെ ഒരു US-UK മിലിറ്ററി ബേസ് ആണ്. ഇന്ത്യൻ ഓഷ്യനിലുള്ള US-ന്റെ പവറിലും UK-യുടെ പവറിലും ഉള്ളൊരു മിലിറ്ററി ബേസ് ആണ് ഡീഗോ ഗാർസിയ. എടുത്തോർത്ത് വെക്കുക, ഡീഗോ ഗാർസിയ. ഈ ചാഗോസ് എന്ന് പറയുന്ന ഒരു പ്ലേസിനെ തിരിച്ച് മൗറീഷ്യസിന് കൊടുക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. സോ ഇതിന്റെ എഗ്രിമെന്റ് ഇതാണ്. UK and Mauritius have reached a historical agreement to secure the strategically important UK to Diego Garcia and towards restoring Mauritian sovereignty. ഈ ഷാഗോസ് എന്ന് പറയുന്ന ആർക്കിപ്പലോഗിനെ കംപ്ലീറ്റ്ലി മൊറീഷ്യസിന് കൊടുക്കുകയാണ്. അപ്പൊ ചോദ്യം, എവിടെയാണ് മൊറീഷ്യസ്? കേട്ടുണ്ടോ? പോർട്ട് ലൂയിസ്. മൊറീഷ്യസിന്റെ അടുത്തുള്ള രാജ്യങ്ങൾ ഏതാണ്, ബോർഡർ ഏതാണ്? സോ മൊറീഷ്യസിനെ, ഷാഗോസിനെ അവർ തിരിച്ചു കൊടുക്കുകയാണ്. പക്ഷേ UK US ഡീഗോ ഗാർസിയ എന്ന് പറയുന്ന ബേസ്, അത് UK US-ന്റെ മിലിറ്ററിയിലുള്ളതാണ്. അതിന്റെ സോവറിനിറ്റി അവർ വെക്കുകയാണ്. ഇന്ത്യ has consistently supported the Mauritian claim for sovereignty over Chagos, and ഇന്ത്യ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി for 50 years the base will be undisputed and legally secure following a political. സോ ഇതിൽ ഡീഗോ ഗാർസിയ മാത്രം അവർ ഓൺ ചെയ്യുന്നതായിരിക്കും. ബാക്കി മൊത്തം ഷാഗോസിനെ തിരിച്ച് മൊറീഷ്യസിന് കൊടുക്കുകയാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. സോ അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സോ അതാണ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള ന്യൂസ് ഐറ്റംസ് ഇതൊക്കെയാണ്. സോ ഇൻ ദ മീൻ വൈൽ സോ ഡു ചെക്ക് ഔട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാച്ചസ്. കറണ്ട് അഫയേഴ്സ് ബാച്ച്, CSAT ക്ലാസ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതേപോലെ റീസ്റ്റാർട്ട് സെൽഫ് സ്റ്റഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡൗൺലോഡ് IAS Factor ആപ്പ് ആൻഡ് കീപ് സബ്സ്ക്രൈബിംഗ് ടു IAS Factor യൂട്യൂബ് ചാനൽ ഓൾസോ. താങ്ക് യു സോ മച്ച്.